പതിവില്ലാതെ ഇന്ന് അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇന്ന് മറ്റേ എന്തോ ഒരു പേര് പറഞ്ഞ് എന്നെ വിളിച്ച് വിഷൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, ഞാനത് ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഇവിടെ സൗദി അറേബ്യയിൽ ഇന്നല്ല വരുന്ന വെള്ളിയാഴ്ചയാന്ന് പറഞ്ഞു. നമ്മൾ വെച്ചാൽ എന്താ അങ്ങനെ? ഞാൻ പറഞ്ഞ സൗദി അറേബ്യയെ സംബന്ധിച്ച് എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും വെള്ളിയാഴ്ചയല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു. അന്നേരം അത് അമ്മ അത് വിശ്വസിച്ച്. അത്രയൊക്കെ ഉള്ളൂ അമ്മ. അന്നേരം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ദിവസം എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പോലെ ആൺപിള്ളേരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അമ്മ. ജനിച്ച നാള് മുതൽ 30-35 വയസ്സായിട്ടുണ്ടല്ലോ, ആ 35 വയസ്സ് വരെ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ജാമ്യം നിന്നിട്ടുള്ളതും എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ളതും അച്ഛൻ്റെ അടുത്തു നിന്നാണ്. എല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മനാണ്. അന്നേരം ആ അമ്മയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർഷത്തിൽ ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല. അവരെ എത്ര ദിവസം 365, ഞാൻ പക്ഷേ പ്രത്യേകിച്ച് എന്നെ 365 ദിവസം എൻ്റെ അമ്മയെ ഓർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ടൈംസ് ആൻഡ് കണ്ടീഷൻ അതാണ്. അത് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ അമ്മയെ അറിയാവുന്നവർക്കും നല്ലതുപോലെ അറിയാം. ഞങ്ങൾ തമ്മിൽ എടാ പോടാ ബന്ധമാണ്. എന്നെ ഞങ്ങളമ്മ എപ്പോഴും അത്രത്തോളം സ്നേഹത്തോടും കരുതലോടുകൂടിയിട്ടാണ് കാണുന്നത്. ആ കരുതൽ എന്നെ എപ്പോഴും കായലും മായിലും തായിലും ഒക്കെ ഒതുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ എനിക്കൊരു സുഖമാണ് കേട്ടോ. കാരണം അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. കാരണം നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്കൊരു കരുതലോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് ചെന്ന് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയെ തള്ളേന്നൊക്കെ ഞാൻ വിളിക്കുന്നത് കേട്ടോ ചില സമയങ്ങളിൽ, ആ വിളിക്കുന്നതിനകത്ത് അവർ തിരിച്ചു തരുന്ന ഒരു കരുതലുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് നമുക്കിപ്പോൾ എനിക്ക് അതല്ല പറയുന്നത്, ചിലർക്കൊക്കെ അഞ്ഞുമല്ലിരുന്ന അമ്മ നഷ്ടപ്പെട്ടവരുടെ അവരുടെ വേദനയും അവരുടെ ആ ലൈഫിൽ അനുഭവപ്പെടുന്ന ശൂന്യതയും അവർ ചില സമയങ്ങളിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ നമ്മുടെയൊക്കെ അമ്മയ്ക്ക് എത്രമാത്രം വിലയുണ്ടെന്ന്. കാരണം അമ്മയ്ക്ക് പകരം വെക്കാനായിട്ട് ഭൂമിയിൽ മറ്റൊന്നുമില്ല. കാരണം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം അമ്മ തന്നെയാണ് നമ്മുടെ ദൈവം. ഇത് കാണുന്ന എൻ്റെ അമ്മയുടെ മനസ്സ് എന്താവുന്നോ എന്തോ. എന്തായാലും അമ്മ ഹാപ്പി മദേഴ്സ് ഡേ, എൻജോയ്.